നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന ഇന്ന് ഇംഗ്ലണ്ടുമായിട്ട് രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ പോരാടുകയാണല്ലോ. കളി രാത്രി ഇന്ത്യൻ സമയം 12:30 കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ഹുലിയൻ അൽവാരസ് ചില കാര്യങ്ങൾ പറയുന്നു. ഇംഗ്ലീഷ് ടീമിനെ, അവിടുത്തെ താരങ്ങളെ നന്നായിട്ട് അറിയാവുന്നയാളാണ് ഹുലിയൻ അൽവാരസ്. കാരണം അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ കളിച്ചതാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഫുട്ബോളിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. സോ ഈ ഒരു ഹിസ്റ്റോറിക് റിവൽറിയെക്കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഇറ്റ്സ് സ്റ്റിൽ ജസ്റ്റ് എ ഗെയിം എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ലണൽ സ്കലോനിയും സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് ഈ മത്സരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. ഇതാ ഫിഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഹുലിയൻ അൽവാരസ് ചില കാര്യങ്ങൾ പറയുന്നു. അതായത് 1986 വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ അന്ന് ഡിയേഗോ മറഡോണയുടെ 2 ഗോളുകൾ, ഫോക്ലാൻഡ് വാർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എനിക്കറിയില്ല ഈ ചരിത്രവും കാര്യങ്ങളുമൊക്കെ എത്രത്തോളം പ്രഷറായിട്ട് മാറുമെന്ന്. എന്തായാലും ഈ കളി ഒരു സ്പെഷ്യൽ ഗെയിമായിരിക്കും. കാരണം നമുക്കെല്ലാവർക്കും അറിയാലോ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്നുള്ളത്. ഏതായാലും ഞാനിനി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അതൊക്കെ ഈ സാഹചര്യങ്ങളും ചരിത്രവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ്സ് സ്റ്റിൽ ജസ്റ്റ് എ ഗെയിം. ആ രൂപത്തിൽ വേണം കാര്യങ്ങളെ കാണാൻ എന്നുകൂടി ഇപ്പോൾ ഹുലിയൻ അൽവാരസ് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് മാത്രം അകലെയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാം കളിക്കളത്തിൽ കൊടുത്ത് അർജൻറ്റീനയെ ടോപ്പിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സ്ട്രോങ് ടീമാണ്. അവരുടെ ടീമിൽ ബെസ്റ്റ് പ്ലെയേഴ്സ് ഉണ്ട്. സോ അവർ സെമി ഫൈനലിലേക്ക് എത്തിയതിൽ ഒരു അത്ഭുതവും തോന്നാനില്ല. ഇറ്റ്സ് നോ സർപ്രൈസ് ദേ ആർ ഇൻ ദി സെമി ഫൈനൽസ്. ഞങ്ങൾക്കറിയാം ഈ സെമി അത്ര എളുപ്പമായിരിക്കില്ല എന്നുകൂടി ഇപ്പോൾ ഹുലിയൻ അൽവാരസ് പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് തിയററ്റിക്കലി ഈസി ആയിരുന്നു എന്ന് പറയാം. പക്ഷേ നല്ല രൂപത്തിലുള്ള പോരാട്ടം നടത്തേണ്ടി വന്നിട്ടുണ്ട്. മറ്റ് മത്സരങ്ങൾ, അതായത് നോക്കൗട്ട് സ്റ്റേജിലെ മത്സരങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയത് തന്നെയായിരുന്നു. ഞങ്ങൾ സഫർ ചെയ്തു, കാരണം മറ്റ് ടീമുകളും നന്നായിട്ട് പോരാടി. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കറിയാം ഓരോ സിറ്റുവേഷനോടും എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളത്. അവസാനം വരെ ഞങ്ങൾ പോരാടുകയും ചെയ്തു. ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഈവൻ ഈ ടീമിനകത്തുള്ള ഓരോ സ്പോർട്ടിനായിട്ടുള്ള കോമ്പറ്റീഷനും വളരെ ഹൈ ആണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഈ ജേഴ്സിക്ക് വേണ്ടി, അർജൻറ്റീൻ ജേഴ്സിക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്നാണ്. അപ്പോൾ എല്ലാ മത്സരത്തിലും ഏറ്റവും ബെസ്റ്റ്, അബ്സല്യൂട്ട് ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിലുള്ള അർജൻറ്റീന സ്ക്വാഡിൻ്റെ ആ ഒരു കോർ അധികമൊന്നും മാറ്റമില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലയണൽ മെസ്സിയുടെ കളിയൊക്കെ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം എൻ്റെ ഐഡോളാണ്, എൻ്റെ സഹോദരനാണ്. ഇന്നിപ്പം അദ്ദേഹത്തോടൊപ്പം കളി തുടരുക, ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അവസരമാണ്, വല്ലാത്തൊരു അനുഭവമാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി വീണ്ടും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ് എന്നുകൂടി ഹുലിയൻ അൽവാരസ് കൂട്ടിച്ചേർക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.